രാവിലെ ഇപ്പോൾ സമയം 6:30 ആയി. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. രാവിലെ നല്ല തെളിഞ്ഞ കുളിർമയുള്ള കാലാവസ്ഥയായിരുന്നു. ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മുറ്റത്തെ റംബൂട്ടാൻ മരമാണ് കേട്ടോ. ഈ വർഷം നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇനിയാണ് അംഗം തുടങ്ങുന്നത്. അടുക്കളയിലേക്ക് കയറി ആദ്യം തന്നെ ജനലൊക്കെ തുറന്നിട്ടു. കാറ്റും വെളിച്ചമൊക്കെ നന്നായിട്ട് കയറട്ടെ. രാവിലെ തന്നെ ചായക്കുള്ള പാല് തിളപ്പിക്കാൻ വെച്ചു. നല്ല അടിപൊളി ഒരു ചായ ഉണ്ടാക്കിയെടുത്തു. ചായ കുടിച്ചാലേ രാവിലെ ഒരു ഉന്മേഷമൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ തലേന്ന് തന്നെ രാവിലത്തേക്കുള്ള പാലപ്പത്തിൻ്റെ മാവ് അരച്ചു വെച്ചായിരുന്നു. രാവിലെ ആയപ്പോഴത്തേനും അത് പുളിച്ച് പൊങ്ങിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ പാലപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയാണ് വെച്ചത്. പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങി റംബുട്ടാൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. എന്നാലേ മനസ്സിനൊരു സമാധാനം കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ നട്ട പയറായിട്ടോ. നല്ല രീതിയിൽ പടർന്ന് പിടിച്ച് കായൊക്കെ ആയിട്ടുണ്ട്. പയർ പൊട്ടിക്കാനുള്ളതുണ്ടോ നോക്കാനെ കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ മൂപ്പെത്താനുണ്ടായിരുന്നു, അതുകൊണ്ട് പറിച്ചില്ല. ഈ കാണുന്നതാണ് തണ്ണിമത്തൻ. മത്തയില പോലെ കാണുന്നില്ലേ, തണ്ണിമത്തനാണ്. അത് നല്ല രീതിയിൽ പടർന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കറ്റാർ വാഴ. ഈ കാണുന്നതാണ് കേട്ടോ ഓറഞ്ചിൻ്റെ തയ്യ. ഇത് ഞാൻ കടയിൽ നിന്ന് ഓറഞ്ച് വാങ്ങിച്ചപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പിടിക്കുമോ എന്ന് അറിയാനെ കൊണ്ട് നട്ട് നോക്കിയാണ്. പക്ഷെ നല്ലതായിട്ട് വളരുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തേനുള്ള അരി ഇടാനെ കൊണ്ട് വിറകൊക്കെ വെച്ച് കത്തിച്ചു. നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ അരിയൊക്കെ ഇടുന്നത്. തീയൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചു. നമ്മൾ വെള്ളയരിയാണ് കേട്ടോ ഇടുന്നത്. വെള്ളയരിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു. ഒക്കെയാണ് നമ്മുടെ രാവിലത്തെ പ്രഭാത കാഴ്ചകളെന്ന് പറയുന്നത്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് മാറുവന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ സ്ഥിരമാണ് കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയൊക്കെ ആയി. വെയിലൊക്കെ ആയി വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ മോർണിംഗ് മിനി വ്ളോഗ് എന്ന് പറയുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.